ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആടുകൾക്ക് വയറിളക്കം വരാനുള്ള കാരണങ്ങളും അതെങ്ങനെ പെട്ടെന്ന് മാറ്റിയെടുക്കാമെന്നുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത്. കർഷകർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ എന്നത്തേക്കാളും കൂടുതലായിട്ട് എന്തെങ്കിലും ഫുഡ് കൊടുക്കുമ്പോഴാണ് ആടുകൾക്ക് ദഹനക്കേട്, വയറിളക്കം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ കണ്ട ഉടനെ തന്നെ ദഹനക്കേടാണെങ്കിൽ അയ വെട്ടാതെ നിൽക്കുന്നുണ്ടാകും. അതല്ലെങ്കിൽ കണ്ണിനൊരു ഉഷാറില്ലാതെ കണ്ണ് ചിമ്മുന്ന പോലെ ആ ഒരു ടൈപ്പിൽ നിൽക്കുന്നുണ്ടാവും. സാധാരണ കാണുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ, അതല്ല ലൂസ് മോഷനായിട്ട് കൂടുതൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളത് ശ്രദ്ധിക്കണം. കൂടുതലൊക്കെ ആടുകളുണ്ടെങ്കിൽ ഇതേത് ആടിനാണെന്ന് നോക്കുകയും അതിന് പെട്ടെന്ന് തന്നെ മരുന്ന് കൊടുക്കുകയും ചെയ്താൽ ആ ഒറ്റ പ്രാവശ്യം മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മാറ്റി കിട്ടും. അത് ഫസ്റ്റിൽ നമ്മൾ ദഹനക്കേടാണെങ്കിൽ അപ്പസോഡ, അതുപോലെ ഇഞ്ചിയുടെ ഒരു കഷ്ണം അതും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ട്, ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിൽ അപ്പസോഡ നല്ലോണം മിക്സാക്കിയിട്ട് കൊടുക്കുക. അത് ആടുകളുടെ വലിപ്പത്തിനനുസരിച്ചിട്ട് 1/4 ടീസ്പൂണ്, 1/2 ടീസ്പൂൺ അങ്ങനെ അളവിൽ വ്യത്യാസമായിട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വലിയ ആടാണെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. അങ്ങനെ കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് ആകുമ്പോൾ തന്നെ ആടുകൾ അയ വെട്ടി തുടങ്ങും. പിന്നെ വയറിളക്കം വന്നു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനായിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട് നമ്മളെ അടുക്കളയിൽ എപ്പോഴുള്ള ചായപ്പൊടി, ഈ ചായപ്പൊടി അതേപോലെ സാധാരണ നമ്മൾ ചായക്ക് ഉപയോഗിക്കുന്ന ആ പൊടി അതേപോലെ തന്നെ എടുത്തിട്ട് 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ, അതുപോലെ വലിയ ആടാണെങ്കിൽ 2 ടീസ്പൂണൊക്കെ കൊടുക്കുക കേട്ടോ. അത് കൊടുക്കുമ്പോൾ കുറച്ചൊക്കെ താഴെ പോവും. അപ്പോൾ അതുകൊണ്ടാണ് അളവിൽ കുറച്ച് കൂടിയാലും അത് താഴെ പോവും അവർ കുടയൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ആ വലുപ്പത്തിനനുസരിച്ച് എടുത്തിട്ട് ചായപ്പൊടി പതിയെ വായിലേക്ക് ഇട്ട് കൊടുക്കുക. നനയ്ക്കൊന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ ഒരു 1/4 ഗ്ലാസ്സോ 1/2 ഗ്ലാസ്സോ വെള്ളം പതിയെ കൊടുക്കണം, മണ്ടക്ക് കയറാതെ ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ 2 നേരം കൊടുക്കുകയാണെച്ചെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ലൂസ് മോഷന് മാറി നല്ല ടൈറ്റായിട്ട് അവരുടെ ആ ഒരു കാഷ്ടം പോകുന്ന രീതിയിൽ തന്നെ ആവുന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കൊടുക്കാമെന്ന് വെച്ചാൽ അത് കൂടുതലായി പോകും. അപ്പോൾ ഏത് അസുഖമാണെങ്കിലും ആടുകൾക്ക് വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ട്, അത് കഴിയട്ടെ എന്നിട്ട് കൊടുക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതലായി പോയിക്കൊണ്ടേയിരിക്കാവും. അപ്പോൾ പെട്ടെന്ന് കണ്ട ഉടനെ നമ്മൾ അതിന് എന്തെങ്കിലും ഒരു മരുന്ന് ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ ഉടനെ തന്നെ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അതല്ലാതെ കൂടുതലായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര മരുന്ന് കൊടുത്താലും ആ ശരീരത്തിൽ പിടിക്കുകയില്ല. പിന്നെ എന്നിട്ടും നിൽക്കുന്നില്ല, ഒരുപാട് കൂടുതലാണ്, വയറൊക്കെ വീർത്തിട്ടുണ്ട് വെച്ചെങ്കിൽ റൂമൻ FS പൗഡർ എന്ന് പറയുന്ന ഒരു പൗഡർ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും മെഡിക്കൽ ഷോപ്പിൽ. അത് ദഹനക്കേട് വന്ന് ലൂസ് മോഷനും വയറ് വീർക്കലും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ കൊടുക്കാനുള്ളതാണ് റൂമൻ FS പൗഡർ കേട്ടോ. ഇത് വയറിളക്കത്തിന് മാത്രമായിട്ടുള്ളതല്ല. വയറ് വീർത്ത് നമ്മൾ ഒരുപാട് ഫുഡ് കൊടുത്ത് സാധാരണ കൊടുക്കുന്നതിനേക്കാളും ഒരുപാട് കൊടുത്ത് വയറ് വീർത്തിട്ടുണ്ട്, ലൂസ് മോഷൻ ഉണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ കയ്യിലുള്ളത് കുത്തി ചതച്ച് കൊടുക്കാനൊന്നും നിൽക്കരുത്, മാറി കിട്ടൂല, ബുദ്ധിമുട്ടായി പോകും. അപ്പോൾ വയറ് വീർത്ത് വീർത്ത് വന്ന ആടുകൾ പെട്ടെന്ന് പോകും. അപ്പോൾ അതിനുള്ള മരുന്നാണ് റൂമൻ FS പൗഡർ എന്നുള്ള ആ ഒരു പാക്കറ്റ് വാങ്ങുക. അതിൽ ഈസ്റ്റൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. മെഡിക്കൽ ഷോപ്പിൽ ദഹനക്കേടിനുള്ളതെന്ന് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് അത് കലക്കിയിട്ട് ഞാനിവിടെ ഒരു ബോട്ടിലിട്ട് കുലുക്കാറാണ് കേട്ടോ. കുലുക്കിയിട്ട് ഉടനെ തന്നെ നമ്മളത് കൊടുക്കണം. അത് പതഞ്ഞ് പൊങ്ങി വരും. അപ്പോൾ വയറ് വീർക്കുന്ന അവസ്ഥയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളത് വാങ്ങിച്ച് കൊടുക്കുക. പിന്നെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ചാനലിൽ കൂടുതലും ചെയ്യാറുള്ളത്, സെയിൽ വീഡിയോകളാണ്. അതായത് നമ്മുടെ കർഷകരുടെ സാധനം ഇടനിലക്കാരില്ലാതെ നേരിട്ട് മറ്റൊരാൾക്ക് കച്ചവടം നടത്താം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോ എടുത്ത് അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പർ ഉണ്ട്, അതിൻ്റെ വാട്സപ്പിൽ അയച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിലൂടെ അത് അപ്ലോഡ് ആക്കുകയും ഒരുപാട് ആളുകൾ കാണുകയും ആവശ്യക്കാരത് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുള്ള നമ്പർ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് വിൽക്കാനുള്ളതുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ്. പിന്നെ ലൂസ് മോഷന് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കൂവപ്പൊടി. നന്നായി വേവിച്ചിട്ട് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ മതി കേട്ടോ. അതെടുത്തിട്ട് വെള്ളത്തിൽ കലക്കി മിക്സാക്കി നല്ലോണം വേവിച്ചിട്ട് ആടുകൾക്ക് 2 നേരം ചെറിയ രീതിയിൽ കൊടുക്കാം, എന്നാലും മാറിക്കിട്ടും. പിന്നെ ചെറുനാരങ്ങ കട്ടൻ ചായയിൽ പിഴിഞ്ഞിട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഇത് കൊടുത്താലും അവരുടെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ ഇതുകൊണ്ടൊന്നും കുറവില്ലെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഡോക്ടറോട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും 2 നേരം 3 നേരം ഇടവിട്ട് ആടുകൾക്ക് ഫുഡ് കൊടുക്കുക. കറക്റ്റ് ടൈം ടേബിൾ വെച്ചിട്ട് കൊണ്ടുപോവുക.
കൂടുതലായിട്ട് പെട്ടെന്നൊരു മാറ്റം ഫുഡിൽ വരുത്തരുത്. നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് ആടുകൾക്ക് അസുഖമൊന്നും വരാതെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ തീറ്റ ഇത് വെറുതെ ഇരിക്കല്ലേ എന്ന് വിചാരിച്ച് വാരിക്കോരി അങ്ങ് കൊടുത്താൽ ചോറൊന്നും കൂടുതൽ കൊടുക്കരുത്. അതുപോലെ കടല, പയറ് അങ്ങനെയുള്ളതൊന്നും കൊടുക്കരുത്. വയറ് വീർക്കൽ, ദഹനക്കേട് ഒക്കെ പെട്ടെന്ന് വരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്